സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത്. ഈ ഡ്രിങ്ക് നല്ലോണം തണുപ്പിച്ചിട്ടും കുടിക്കാം, ചൂടോടുകൂടിയും കുടിക്കാട്ട. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ക്യാരറ്റ് ഫുള്ളായിട്ടും ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ അളവ് തന്നെ വേണമെന്നില്ല കേട്ടാ, നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇൻഗ്രീഡിയൻസ് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഷ്ണാക്കി എടുത്തിട്ട് വരാം. മുറിച്ചെടുത്ത ക്യാരറ്റിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ജവ്വരി എടുത്ത് 15 മിനിറ്റ് കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവ് കൂട്ടാം, അതിന് വേണ്ടിയാണ് കുതിർത്തിയത്. ജവ്വരി 1/4 ഭാഗം വേവുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ സേമിയ ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർക്കണ്ട. സേമിയയും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. സേമിയയും ജവ്വരിയും നല്ലോണം വെന്തുട്ടാ. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ക്യാരറ്റും നല്ലോണം വെന്തുട്ടാ. ഇനി ഇത് തണുത്തതിൻ്റെ ശേഷം ഈ വെള്ളം മുഴുവൻ എടുക്കണ്ട, ഈ വെള്ളം തന്നെ കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കാം. ക്യാരറ്റ് തണുത്തതിൻ്റെ ശേഷം ആ വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാല് ചേർക്കാം. പാല് നല്ലോണം ഒന്ന് തിളക്കട്ടെ. പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 2-3 സാധനം വറുത്തെടുക്കാം. 1 ടീസ്പൂൺ വെള്ള എള്ള് ചേർക്കുന്നുണ്ട്. എള്ള് റോസ്റ്റ് ചെയ്തെടുക്കാം. എള്ള് റോസ്റ്റായി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. 2 ടീസ്പൂൺ നെയ്യ് പാനിലേക്ക് ചേർക്കാം. കുറച്ച് കാഷ്യൂ ചേർക്കുന്നുണ്ട്. കാഷ്യൂ റോസ്റ്റായി നെയ്യിൽ നിന്ന് മാറ്റാം. കുറച്ച് മുന്തിരി ചേർക്കുന്നുണ്ട്. മുന്തിരി റോസ്റ്റായി ഇത് മാറ്റി വയ്ക്കാം. പാല് നല്ലോണം തിളച്ചു. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കണ ക്യാരറ്റിൻ്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചേക്കണ സേമിയയും ജവ്വരിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരറ്റും ജവ്വരിയും ഒക്കെ ചേർത്തിട്ട് പാലൊന്ന് തിളക്കട്ടെ. ക്യാരറ്റും ജവ്വരിയും ഒക്കെ ചേർത്ത് നല്ലോണം തിളച്ചുവിട്ട. ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കണ്ട, നല്ലോണം ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ എള്ള് ചേർക്കാം. അണ്ടിപ്പരിപ്പ് ചേർക്കാം. മുന്തിരി ചേർക്കുന്നുണ്ട്. നെയ്യോട് കൂടിയാണ് ചേർക്കുന്നത്. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാട്ട. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടും അടിപൊളി ഒരു ഡ്രിങ്കാണ്. തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇത് എടുക്കുമ്പോൾ ഇത്ര ലൂസായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇരിക്കുന്തോറും കുറച്ചും കൂടി ഇത് തിക്കാവും. അത് കാരണം ലൂസായിട്ട് എടുക്കണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.